വയനാട്ടിൽ കർശന വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ പുതിയ പെട്രോൾ പമ്പുകൾ അനുവദിക്കാൻ പാടുള്ളൂവെന്ന് ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. കുന്നുകൾ ഇടിച്ചു നിരത്തിയോ വയൽ നികത്തിയോ പെട്രോൾ പമ്പുകൾ നിർമ്മിക്കാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു. വയനാട് സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി സമർപ്പിച്ച ഹർജിയിലാണ് ഹരിത ട്രിബ്യൂണൽ ദക്ഷിണ മേഖലാ ബെഞ്ചിന്റെ ഉത്തരവ്. വയനാട്ടിൽ പുതിയതായി അനുവദിച്ച 41 പെട്രോൾ പമ്പുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. വനസംരക്ഷണം, കുന്നുകളുടെ സംരക്ഷണം, കൃഷിഭൂമിയുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ച് പമ്പുകൾക്ക് NOC കൊടുക്കാവൂ എന്ന ഉത്തരവിൽ പറയുന്നു. കുന്നിടിച്ചോ കൃഷിഭൂമി നികത്തിയോ പെട്രോൾ പമ്പുകൾ നിർമ്മിക്കാൻ അനുമതി നൽകരുത്. നിയമലംഘനമുണ്ടായാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്നു. വയനാട് പോലുള്ള പ്രദേശത്ത് ഇത്രയധികം പമ്പുകൾ ഒരുമിച്ച് നിർമ്മിക്കുന്നത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വയനാട് സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടിയാണ് ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചത്. പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് ആണ്. വലിയ ഹോട്ടൽസ്, ബാത്റൂംസ്, മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഈ വലിയ കൺസ്ട്രക്ഷൻസ് ഈ ചെറിയൊരു ഏരിയയിൽ ഫ്രജൈലായ വയനാട്ടിൽ വന്നാൽ അത് നമ്മളെ ഇക്കോളജീനെ വളരെയധികം ബാധിക്കും. വയൽ നികത്തിയിട്ട് കുന്നിടിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തോട്ടങ്ങൾ കൺവേർട്ട് ചെയ്യണം. ഇതൊക്കെ നിയമവിരുദ്ധ. ഹർജിയുമായി ബന്ധപ്പെട്ട് വയനാട് കലക്ടർ ട്രിബ്യൂണലിന് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. സമീപകാലത്ത് കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി നിയമങ്ങൾ കർശനമായി പാലിക്കുമെന്ന ഈ റിപ്പോർട്ടിൽ ഉറപ്പു നൽകിയിരുന്നു. എങ്കിലും ട്രിബ്യൂണൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയായിരുന്നു. കമൽ, റിപ്പോർട്ടർ, വയനാട്.